ഏറ്റവും വേദനയുള്ള മനസ്സുമായിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. മൻമോഹൻ സിംഗിനെ പോലെ 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ, അതും രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറ്റത്തക്കവണ്ണമുള്ള സാമ്പത്തിക വിപ്ലവ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ലോകമെമ്പാടുമുള്ള രാജ്യഭരണകർത്താക്കൾ അനുശോചന സന്ദേശത്തിലൂടെ അവരുടെ വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുള്ള അത്ര വ്യക്തിത്വമുള്ള ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ അന്തിമ ചടങ്ങുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടത്തുകയല്ലായിരുന്നോ വേണ്ടത്? ആ കുടുംബം ആഗ്രഹിച്ചു, പാർട്ടി ആഗ്രഹിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ ഇന്നലെ പ്രധാനമന്ത്രിയെ രാവിലെ വിളിച്ചു, ആഭ്യന്തരമന്ത്രിയെ അതിനുശേഷം വിളിച്ചു, അതിനുശേഷം വൈകുന്നേരം വീണ്ടും കത്തെഴുതി ഒഫീഷ്യലായിട്ട്. എന്നിട്ട് മൻമോഹൻ സിംഗിൻ്റെ നിലവാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിന് ഒത്ത ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താനുള്ള അനുവാദം അവർ തന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ക്രൂരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. സ്ഥലം കണ്ടെത്താനും ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനൊക്കെ ഒരു കാലതാമസം വരും. അതുകൊണ്ടാണ് നിഗംബോധത്തിന്റെ സംസ്കാരത്തിനായി അങ്ങനെയല്ലല്ലോ, അതങ്ങനെയല്ലോ ചെയ്യുന്നത്. സ്ഥലം ആദ്യം കണ്ടെത്തിയിട്ട് ഫ്യൂണറൽ ചടങ്ങ് നടത്തുക. സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ വിചാരിച്ച, മിഞ്ഞാന്ന് മരണം നടന്നതല്ലേ, 3 ദിവസമായില്ലേ. ഈ ഭാരത സർക്കാർ വിചാരിച്ചാൽ ഈ രാജ്യത്ത് സ്ഥലം കണ്ടെത്താനാണോ പ്രശ്നം? അടൽ ബിഹാരി വാജ്പേയിക്ക് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അവർ, അത് കുഴപ്പമില്ല. പ്രധാനമന്ത്രി തന്നെയാണ്, മുൻ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം 5 കൊല്ലത്തിലധികം പ്രധാനമന്ത്രിയായിരുന്നു. 10 വർഷത്തിലധികം പ്രധാനമന്ത്രിയായി നിന്ന ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈകി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ തന്നെ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ നിരുത്തരവാദപരമായ നിലപാട്, ദുഃഖകരമായ നിലപാട്. അവർ വിചാരിച്ച സ്ഥലം കണ്ടെത്താൻ സ്വാഭാവികമായിട്ടും സ്മാരകം എവിടെയാണ് നമ്മൾ പണിയുക? സംസ്കരിക്കുന്ന സ്ഥലത്തല്ലേ സ്മാരകം പണിയുക, അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ സ്മാരകം പണി? ഇനിയിപ്പം മൻമോഹൻ സിംഗ് ഇവിടെ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇവിടെ നമ്മൾ സംസ്കരിച്ചു, ഇനി സ്മാരകം വേറെടുത്ത് പറയുന്നതാണ് പറയുന്നത്. അത് സ്ഥലം കൊടുക്കുന്നതെന്ന് അവർ പറഞ്ഞതായിട്ട് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത്തരം പെറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത്? അവർ മനസ്സിലാവുന്നില്ല. ആ കാര്യം ഞാൻ കുറേ ചാനലിൽ കണ്ടു. അതിനുശേഷമല്ലേ വാജ്പേയിക്ക് സ്ഥലം അനുവദിച്ചത്? അല്ല, കോൺഗ്രസിന് ഞങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു കുടുംബം അത് ആവശ്യപ്പെട്ടത്. മൻമോഹൻ സിംഗിൻ്റെ സ്മരണ ഉയർത്തത്തക്കവണ്ണം അവിടെ സംസ്കാരവും അവിടെ ഒരു സ്മാരകവും. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് രാജ്ഘട്ടിൻ്റെ ആ ഭാഗത്ത് തന്നെ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശം വെക്കട്ടെ. ഇതായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ അടുത്ത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഞാനും നേരിട്ട് സംസാരിച്ചതാണ്. ഞങ്ങൾ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമല്ല ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞത് രണ്ടും ഒരു സ്ഥലത്താവണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ ഞങ്ങൾ പറഞ്ഞ പ്രിഫറബിളി രാജ്ഘട്ടിൻ്റെ പ്രദേശങ്ങളിലാണ് നല്ലതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിന് തരാൻ തയ്യാറാകാത്ത അങ്ങേയറ്റത്തെ ഖേദകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സംശയമില്ല.